മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം ഒരു സമസ്യയാണ്. ജനനം പോലെ അതിൻ്റെ കാരണവും അതീവ രഹസ്യമാണ്. എന്നാൽ ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് നിത്യജീവനിലേക്കുള്ള മാർഗമാണ്, പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവന്. 1 തെസ്സലോനി 4:13 ഇപ്രകാരം ഒരു തിരുവചനമുണ്ട്: ആകയാൽ പ്രിയപ്പെട്ടവരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവാൻ നിദ്ര പ്രാപിച്ചവരെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മരിച്ചവരെക്കുറിച്ച് എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, നിദ്ര പ്രാപിച്ചവർ. വീണ്ടും പറയുകയാണ്, ഈശോ മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടി ഉയർപ്പിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കുകയല്ല ചെയ്യേണ്ടത്, പിന്നെയോ നമ്മൾ കർത്താവിൽ നിദ്ര പ്രാപിക്കുകയാണ് ചെയ്യേണ്ടത്. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാണ്. ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോകുന്നു. പിന്നീട് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമാവുന്നു. ഈ വേദവാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവൻ്റെ നശ്വരതയാണ്. എന്നാൽ അനശ്വരമായ മറ്റൊന്നുണ്ട്. അതിനെ നാം ആത്മാവെന്ന് വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മെ ഉപേക്ഷിച്ച് ഇഹലോകവാസം വെടിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കുവാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും നാം ബാധ്യസ്ഥരാണ്. അവരുടെ മരണാനന്തര അവസ്ഥയെക്കുറിച്ച് നാം കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ട്. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ ഇപ്രകാരം ചൊല്ലുന്നുണ്ട്: ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയെ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശേഷ്യ അങ്ങേ കാരുണ്യം ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും അത് ആരെ ഉദ്ദേശിച്ചാണ് അപ്രകാരം പറഞ്ഞിരിക്കുന്നത്? അത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ഉദ്ദേശിച്ചാണ്. കാരണം പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ 3 കുഞ്ഞുങ്ങൾക്ക് ശുദ്ധീകരണ സ്ഥലം കാണിച്ചു കൊടുത്ത് മാതാവ് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് പ്രസ്തുത പ്രാർത്ഥന. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്തത് മറ്റാരുമല്ല, പരിശുദ്ധ അമ്മ തന്നെയാണ്. നീ പ്രതിയോഗിയോട് കൂടെ വഴിയിൽ വെച്ച് തന്നെ രമ്യതപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ നിന്നെ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വിട്ടുവോളം നീ അവിടെ കിടക്കേണ്ടതായിട്ട് വരും. നരകമായിരുന്നുവെങ്കിൽ അപ്രകാരം ഒരു പരാമർശം ഉണ്ടാകുകയില്ല. ചില്ലിക്കാശ് കൊടുത്തു വീട്ടിയ ശേഷം തിരിച്ചു വരുന്ന അവസ്ഥ, അത് ഒരു മോചനത്തിൻ്റെ അവസ്ഥയാണ്. അത് ശുദ്ധീകരണ സ്ഥലം തന്നെയാണ്. എങ്കിലും നാം പലപ്പോഴും അതെല്ലാം വിസ്മരിക്കുകയാണ്. ആ കുറവുകൾ പരിഹരിക്കാൻ ദൈവം ചിലരെ നിയോഗിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് കാഞ്ഞിരപ്പള്ളിക്കാരൻ കുട്ടിച്ചേട്ടൻ.
അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്കും ഒരു എനർജിയാണ്. ഒത്തിരി അധികം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, ദിവസവും 10ഉം 13ഉം കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു അൽമായൻ എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി അത്ഭുതം തോന്നി. അതുപോലെ ഈ മൃതസംസ്കാര ശുശ്രൂഷകളിലൊക്കെ അദ്ദേഹം സഹായിക്കുന്നു. ചിലപ്പോഴെങ്കിലും പിന്നീട് ആരും തിരിഞ്ഞു നോക്കാതെയുള്ളവർക്ക് വേണ്ടി അദ്ദേഹം വളരെയധികം പ്രാർത്ഥിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ ഇടവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. ഒരു മാതൃകയായി പലപ്പോഴും അദ്ദേഹത്തെ വീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാഹ്യപ്രേരണകൾ ഒന്നുമില്ലാതെ സകല മരിച്ചവർക്കും വേണ്ടി നിത്യം പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യൻ നമുക്കിടയിലെ വേറിട്ട ശബ്ദമാണ്. എൻ്റെ ജീവിതം തന്നെ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് രക്ഷ പെടണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഒരു ആത്മാവ് പോലും നഷ്ടപ്പെടുവാൻ എനിക്ക് ആഗ്രഹമില്ല. എല്ലാ ആത്മാക്കളും രക്ഷപ്പെടണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നാലര പതിറ്റാണ്ട് മുൻപ് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ഇടവകയിലെ കുഴിവെട്ടുകാരനായി ജീവിതം തുടങ്ങിയ കുട്ടിച്ചേട്ടൻ ഇന്നും സഭാവിശ്വാസികൾക്കും കാഞ്ഞിരപ്പള്ളിക്കാർക്കും ഒരുപോലെ പ്രിയങ്കരനാണ്. അതിനും ചില കാരണങ്ങളുണ്ട്. കഴിഞ്ഞ 45 വർഷത്തോളമായിട്ട് ഇടവകയിലെ വിവിധ കാര്യങ്ങളിൽ സേവനം ചെയ്യുന്ന ഒരു വലിയ വ്യക്തിയാണ് കുട്ടിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി. എല്ലാ ദിവസവും രാവിലെ 5 മണിയാകുമ്പോൾ പള്ളിയിലെത്തും. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കൂടിയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ജോലികളിലേക്കും പ്രവേശിക്കുന്നത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട്. അതുകൊണ്ട് തികഞ്ഞ ഒരു ആധ്യാത്മികതയുള്ള ഒരു മനുഷ്യനാണ്. എല്ലാ കാര്യങ്ങളിലും ഏറ്റവും വിശ്വസ്തമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കുഴിവെട്ടുകാരൻ എന്നുള്ള ആ ജോലി അല്ലാതെ തന്നെ പള്ളിയുടെ എന്താവശ്യത്തിനും ഏത് കാര്യവും അദ്ദേഹം നിർവഹിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഏതാണ്ട് വെളുപ്പിനെ 3 മണിക്ക് പുള്ളി ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് 5 മണിയോടുകൂടി അദ്ദേഹം വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് യാത്ര തിരിക്കും. അപ്പോഴെല്ലാം ജപമാല ചൊല്ലിക്കൊണ്ടാണ് വരിക. ഏറെ സന്തോഷപൂർവമാണ് അദ്ദേഹം തൻ്റെ ജോലിയിൽ വ്യാപൃതനായിരുന്നത്. ചെറിയവനെന്നോ വലിയവനെന്നോ ഭേദം കാണാതെ കർത്താവിൽ നിദ്ര പ്രാപിച്ച ഏവർക്കും വേണ്ടി അദ്ദേഹം പ്രാർത്ഥനാപൂർവം തൻ്റെ കർമ്മങ്ങൾ നിർവഹിച്ചു. സ്വന്തം ബന്ധങ്ങൾ നോക്കാതെ എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അടക്കിനു ശേഷം ആരും തിരിഞ്ഞു നോക്കാത്ത കുഴിമാടങ്ങളിൽ അവരെ സമർപ്പിച്ച് തിരിതെളിച്ചു പ്രാർത്ഥിച്ചു. ഇവിടെ പല ആൾക്കാരും മരിച്ചു പോയിട്ടുണ്ട്. തിരിഞ്ഞ് നോക്കാത്ത പോലും ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ എനിക്ക് തന്ന ഒരു കൃപയാണ് അതെന്ന് എനിക്ക് തോന്നുന്നു. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും അതുപോലെ പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തവർക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം ഒത്തിരിയധികം പ്രാർത്ഥിക്കുകയും ചിലപ്പോഴെങ്കിലും സ്വന്തം കാശ് മുടക്കി അവർക്ക് വേണ്ടി കുർബാന ചെല്ലിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതായി ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. കുട്ടിച്ചേട്ടൻ അങ്ങനെ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത ഒരു മേഖലയിൽ അദ്ദേഹം തൻ്റെ ജീവിതം തന്നെ പ്രാർത്ഥനയാക്കി മാറ്റുന്നത് അനുഭവിച്ചറിയാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാത്ത
താളം തെറ്റിയ ഒരു ഭൂതകാലവും കുട്ടിച്ചേട്ടനുണ്ടായിരുന്നു. തീക്ഷ്ണ യൗവനത്തിൻ്റെ അഭിലാഷങ്ങൾ നിറഞ്ഞാടിയ കാലം. പാപപങ്കിലമായ ആ നാളുകളിൽ നിന്നും കുട്ടിച്ചേട്ടനെ തിരിച്ചുപിടിച്ചത് മരിച്ചുപോയ സ്വന്തം കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഇതെൻ്റെ ഭാര്യ, ഇതെൻ്റെ മോള്. ഞങ്ങൾക്ക് 5 മക്കളായിരുന്നു. 3 പേര് മരിച്ചുപോയി. 2 ആണും 1 പെണ്ണും മരിച്ചു പോയിട്ടുണ്ട്. ബാക്കി 2 പേര് ശേഷിച്ചു, പെൺമക്കളാണ്. ഈ 3 മക്കളും എൻ്റെ ഗുരുക്കന്മാരാണ്. പള്ളിയിൽ പോവും, പ്രസംഗം കഴിയുമ്പം ചെല്ലും, കുർബാന സ്വീകരിക്കുമ്പം ഇറങ്ങിപ്പോരും. അങ്ങനൊരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ ജീവിതം. ആ മോൻ ഒരു ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. അവനെ ഞാൻ സൈക്കിളിൽ കയറ്റി പള്ളിയിൽ കൊണ്ടുപോയി. ഓശാന പാടിക്കോളാം, ചാച്ചൻ ഓശാന പാടാൻ പറഞ്ഞു. ഞാൻ ഓശാന പാടി പള്ളിക്ക് വരെയും കൊണ്ടുപോയി. അവന് പിറ്റേ ആഴ്ച മരിച്ചുപോയി. അവൻ മരിച്ച പിന്നെ പ്രസംഗത്തിന് മുമ്പ് 10 മിനിറ്റ് നേരത്തെ പള്ളി ചെല്ലും. കുർബാന കഴിഞ്ഞ് 10 മിനിറ്റ് താമസിച്ച് ഇറങ്ങിപ്പോരുള്ളൂ. അകാലത്തിൽ പൊലിഞ്ഞുപോയ തൻ്റെ പൊന്നോമനകൾ തന്നെയാണ് കുട്ടിച്ചേട്ടൻ്റെ ആത്മീയ ഗുരുക്കന്മാർ. മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് കരുണയായിരിക്കുവാനും ഈ ഓർമ്മകൾ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നു. രണ്ടാമത്തെ മോൻ ഞങ്ങൾ മദ്യപിക്കുമായിരുന്നു. ഞാൻ മദ്യപിക്കും, അവനെയും കൊണ്ടുപോകും. ഞങ്ങൾ 2 പേരും കുടിച്ചു പാപ്പി അപ്പച്ചാന്നും പറഞ്ഞ പാട്ടുമൊക്കെ പാടി ഞങ്ങളിങ്ങ് പോരും. ഒരു സുപ്രഭാതത്തിൽ അവന് ഒരു വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു, മോനെ നിൻ്റെ ഇത്തത്തെ കുടി ഒന്ന് നിർത്തണം. അവൻ മോലം കുടിക്കുമായിരുന്നു. 3.5 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അപ്പം അവൻ എന്നോട് പറഞ്ഞു, ചാച്ചന് മേലെ കള്ളു കുടിച്ചിട്ട് വീട്ടിൽ വരല്ലേ, എങ്കിൽ ഞാൻ നിർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയെ കുറേ വഴക്ക് പറഞ്ഞു. അവൾ ഇത് പറഞ്ഞിട്ട് കൊച്ചു പറഞ്ഞെന്ന് അവളുടെ ധാരണയിൽ ഞാനങ്ങനെ പറഞ്ഞു. അവൻ മരിക്കുന്ന വെള്ളിയാഴ്ച പറഞ്ഞു. ഞായറാഴ്ച അവനെ ആയത്തിൽ കൊണ്ടുപോയി. തിങ്കളാഴ്ച അവൻ മരിച്ചു. അവൻ മരിച്ചു. പിന്നെ ഇതുവരെ ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. അവന് എൻ്റെ ഗുരുവായി തീർന്നു. ഒപ്പം ഭ്രൂണഹത്യയിലൂടെയും മറ്റും കൊല ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളെയും അജാത ശിശുക്കളെയും പ്രത്യേകം സ്മരിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ മനുഷ്യൻ ഏറെ സമയം കണ്ടെത്തുന്നു. ജീവൻ്റെ പുസ്തകത്തിൽ കർത്താവ് പേരെഴുതിയ ഒരു വ്യക്തിയെയാണ് അറിവില്ലാതെ മനുഷ്യർ ഭ്രൂണം അല്ലെങ്കിൽ ശിശുവ എന്നുള്ള വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം ഉത്ഭവപാപത്തിൻ്റെ ഏതെങ്കിലും കറകളോ എന്തെങ്കിലും കർത്താവിൽ എത്തിച്ചേരുവാനായിട്ട് എന്തെങ്കിലും ന്യൂനതകളോ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ചെയ്ത പാപത്തിന് പരിഹാരമായിട്ടും ജീവിച്ചിരിക്കുന്നവർ, അപ്രകാരമുള്ള കൃത്യങ്ങൾ ചെയ്തവർ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾക്ക് മാതാപിതാക്കളെ ശിക്ഷിക്കരുതേ എന്ന് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ എനിക്ക്. പൂർണ്ണഗതിയെ ചെയ്ത കുഞ്ഞുങ്ങളെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. പൂർണ്ണഗതിയെ ചെയ്ത കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കാറുണ്ട്.
ഞാൻ മേരിയും യോസഫും സാറായും ഏലിയായും എന്ന നാമത്തിൽ വീട്ടുമാമുദിസ കൊടുക്കാറുണ്ട്. പ്രാർത്ഥനാ നിർഭരമാണ് കുട്ടിച്ചേട്ടൻ്റെ ഓരോ ദിനവും. അതികാലത്തെഴുന്നേറ്റ് അക്കരെ പള്ളിയിലേക്ക് കാൽനടയായി യാത്ര തുടങ്ങുന്നു. ഇതിനിടയിൽ ഏതാണ്ട് 8ഓളം ജപമാലകൾ ചൊല്ലിക്കഴിഞ്ഞിരിക്കും. വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച ശേഷം കത്തീഡ്രൽ പള്ളിയിലെ സിമിത്തേരിയിലെത്തി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഈ പ്രായത്തിലും പള്ളിയിലെ വിവിധങ്ങളായ ജോലിയിൽ വ്യാപൃതനാവുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മോചനത്തിനായി ഉച്ചഭക്ഷണം ഒഴിവാക്കി ഉപവാസത്തിൽ കഴിയുന്നു. വിശുദ്ധാത്മാക്കളെല്ലാം തന്നെ, പ്രത്യേകിച്ച് പാദ്രെ പിയോ, വിശുദ്ധ അന്തോനീസ്, വിശുദ്ധ കൊച്ചത്രേസ്യ പുണ്യവതി, ഇവരൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയുണ്ടായി. വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോഴും ജപമാല മുടക്കാറില്ല. ദൈവം സമ്മാനമായി തന്ന അനുമോൾ അപ്പനെ കാത്തിരിപ്പുണ്ടാവും. എൻ്റെ ഭാര്യയ്ക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു. എന്നും കുഞ്ഞായിരിക്കുന്ന ഒരു കൊച്ചു വേണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അതാണ് എൻ്റെ അനുമോള്. അവൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ബീഡി വലിക്കുമായിരുന്നു. ചാച്ചൻ്റെ ബീഡിയുടെ മണം കേട്ടിട്ട് നീ കഞ്ഞി കുടിക്കത്തില്ലെന്ന് പറഞ്ഞു. ഛർദ്ദിക്കാൻ വരുന്നു എന്ന് അവൾ പറഞ്ഞു. അതിൽ പിന്നെ ഞാൻ ബീഡി വലിച്ചിട്ടില്ല. വിധി ഇങ്ങനെ അദ്ദേഹത്തോട് ക്രൂരമായിട്ട് പെരുമാറിയപ്പോഴും ദൈവത്തെ കൈവിടാതെ ദൈവപാതയിൽ ജീവിച്ചെന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. തന്നതിൽ 3 മക്കളെയും ദൈവം തിരിച്ചു വിളിച്ചു. ശേഷിക്കുന്ന 2 പെൺമക്കളിൽ ഒരാളായ അനുമോൾ ഇപ്പോഴും ഒരു കുഞ്ഞായി തന്നെ ജീവിക്കുന്നു. സഹനങ്ങളെ ദൈവസ്നേഹമായി കാണാൻ കുട്ടിച്ചേട്ടനെ പഠിപ്പിച്ചത് ഈ വിശുദ്ധരാണ്. അതെ, ഈ ഭവനം നിറയെ വിശുദ്ധരാൽ സമ്പന്നമാണ്, ഒപ്പം അനുഗ്രഹീതവും. എല്ലാവരും വിശുദ്ധരാകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഞാൻ ഒത്തിരി ദാഹിക്കുന്നുണ്ട്. വിശുദ്ധ ജീവിതം നയിക്കാനാണ് എല്ലാവരെയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വാഴണമേ.
നീ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേ. മരിച്ചോത്മാക്കൾക്ക് തമ്പുരാനമനോട് തലമോശനായിരിക്കട്ടെ. നിത്യപിതാവേ, ഈശോയുടെ അറിഞ്ഞോ അറിയാതെയോ നാം എല്ലാം മറന്നുപോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടിയാണ് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്. മരിച്ചുപോയ എല്ലാ വിശ്വാസികൾക്കും ശുദ്ധീകരണ ആത്മാക്കൾക്കും തമ്പുരാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടവരട്ടെ എന്ന് നമുക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.